എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്. പാചക എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ക്യാൻസർ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നതിനാൽ വളരെയധികം ആളുകൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഈ പാചക എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിച്ചാൽ ക്യാൻസർ വരുമോ? അല്ലെങ്കിൽ ഏത് എണ്ണയാണ് ഏറ്റവും നല്ല എണ്ണ, അതായത് ഉപയോഗിച്ചാൽ ക്യാൻസർ വരാത്തത്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തത്? ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഈ ഭക്ഷ്യ എണ്ണ അല്ലെങ്കിൽ എണ്ണ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വിവിധ ട്രൈഗ്ലിസറൈഡുകളുടെ ഒരു കൂട്ടമാണ് നമ്മൾ ഈ എണ്ണ എന്ന് വിളിക്കുന്ന പദാർത്ഥം. ഇനി ഈ പാചക എണ്ണ നമ്മൾ റിപ്പീറ്റഡായിട്ട്, അതായത് റീഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. വിവിധ തരത്തിലുള്ള ടോക്സിനുകൾ ഓരോ ഹീറ്റിംഗ് നടത്തുമ്പോഴും അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ എണ്ണയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എണ്ണയിൽ നിന്നാവാം, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഫ്രൈ ആക്കാനായിട്ട് പൊരിക്കുന്ന ആ സാധനത്തിൻ്റെ നിന്നുണ്ടാവാം. ഈ ടോക്സിനുകൾ കൂടാതെ തന്നെ ധാരാളം ഫ്രീ റാഡിക്കലുകൾ ഈ റീഹീറ്റ് ചെയ്യുമ്പോൾ ഈ എണ്ണയിൽ അല്ലെങ്കിൽ ഈ ഭക്ഷ്യ എണ്ണയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഫ്രീ റാഡിക്കലുകൾ നമുക്കറിയാം, നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാം, എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാക്കി നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാം, അങ്ങനെ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷർ കൂടുതൽ, അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാക്കാം. ഇതുകൂടാതെ മറ്റൊരു പ്രധാന കോമ്പൗണ്ട് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് എന്ന് പറയും. ആ ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സിനെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ അടുത്ത സെക്ഷനിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ, ഈ ടോക്സിൻ കൂടാതെ മൂന്നാമതുണ്ടാകുന്ന ഒരു കെമിക്കലല്ല, ഈ ഫാറ്റിൻ്റെ ഒരു വകഭേദമാണ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ് ഫാറ്റും നമുക്ക് വളരെയധികം ആരോഗ്യത്തിന് ഹാനികരമായ ഒരു വസ്തുവാണ്. ഇനി ഞാൻ ആദ്യം അതിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നു വിവിധ ടോക്സിനുകൾ ഉണ്ടാകുമെന്ന്. ആ ഒരു ടോക്സിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ആ ഒരു രാസവസ്തുവാണ് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അത് ഈ എണ്ണ റീഹീറ്റ് ചെയ്യുമ്പം അതിൻ്റെ അളവ് കൂടിക്കൂടി വരും. അത് നമുക്ക് വിവിധ അവയവങ്ങളിലെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു രാസപദാർത്ഥമാണെന്ന് നമ്മുടെ പഠനങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതുകൂടാതെ ട്രാൻസ് ഫാറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ട്രാൻസ് ഫാറ്റും നമ്മുടെ ശരീരത്തിൽ വിവിധ അസുഖങ്ങൾക്ക്, ക്യാൻസർ കൂടാതെ ഈ പറഞ്ഞതുപോലെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ എന്നിവയ്ക്കെല്ലാം ഈ ട്രാൻസ് ഫാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക്, ലിവറിന് എല്ലാം പ്രശ്നമുണ്ടാക്കുന്ന ഒരു രാസവസ്തുവാണ് ഈ ട്രാൻസ് ഫാറ്റ്. ഈ ട്രാൻസ് ഫാറ്റ്, ഞാൻ പറഞ്ഞ ട്രാൻസ് ഫാറ്റിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. കാരണം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യങ്ങൾ അമേരിക്കയിലെ USFDA ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതിന് മുമ്പത്തെ ടോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ USFDA, അതായത് നേരത്തെ അമേരിക്കയിലെ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ട്രാൻസ് ഫാറ്റ് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രാൻസ് ഫാറ്റ് ആഡ് ചെയ്യുന്നത് നിർത്തണമെന്നും, ഇനി എന്തെങ്കിലും കാരണവശാൽ അറിയാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ മിനിമൽ എമൗണ്ട് മാത്രമേ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കാണാവൂ എന്ന് USFDA ഇപ്പോൾ എല്ലാ പ്രോഡക്ട്സിലും, ഈ ഇതുപോലെയുള്ള ബേക്കറി എന്ത് എണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രോഡക്ട്സിൻ്റെയും പുറത്ത് അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ട്രാൻസ് ഫാറ്റിൻ്റെ അളവും അവർ അതിൻ്റെ പുറത്ത് രേഖപ്പെടുത്താറുണ്ട്. ഇനി അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ ടോട്ടൽ പോളാർ കോമ്പൗണ്ട്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. പോളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ ഒരു കെമിക്കലിൻ്റെ പുറത്തുള്ള ചാർജ് എത്രയുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ പോളാരിറ്റി വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ എണ്ണ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നോൺ പോളാറാണ്. കാരണം അതിൻ്റെ പുറത്ത് ചാർജറായിട്ടുള്ള പാർട്ടിക്കിളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം എണ്ണ നമ്മൾ റീഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും, പല പ്രാവശ്യം റീഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് അത് എണ്ണ വിഘടിച്ച് ഫ്രീ ഫാറ്റി ആസിഡ്, ഡൈഗ്ലിസറൈഡ്സ്, അങ്ങനെ കുറേ കെമിക്കലുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം സർഫസിൽ പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഈ വിവിധ കെമിക്കലുകളെ എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ പോളാർ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഡൈഗ്ലിസറൈഡ്സ്, ഫ്രീ ഫാറ്റി ആസിഡ് തുടങ്ങിയ ചാർജ്ഡായിട്ടുള്ള പാർട്ടിക്കിൾ, ഈ വിവിധ പാർട്ടിക്കിളെ എല്ലാം കൂടെ കൂട്ടി അതിൻ്റെ ആ പോളാരിറ്റി അറിയാൻ വേണ്ടി നമുക്ക് അതിനെ ടോട്ടൽ, അല്ല എണ്ണയിൽ കാണപ്പെടുന്ന ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ ടോട്ടൽ പോളാർ കോമ്പൗണ്ട് അഥവാ TPC എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ TPC എന്തൊക്കെയാണ്, അതായത് ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് നമ്മുടെ ശരീരത്തിൽ കടന്നാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം, ഇതൊരു ഡൈജസ്റ്റബിൾ പ്രോഡക്ട്സ് അല്ല ഈ കെമിക്കലുകൾ. അപ്പോൾ നമ്മുടെ വയറിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക്
നെഞ്ചരിച്ചിൽ, ഗ്യാസ് എന്നിവ അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ ഇനി നിങ്ങൾ പുറത്ത് പോയി ഏതെങ്കിലും ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് കിട്ടുക അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കഴിച്ച ആ ചിക്കനായാലും അല്ലെങ്കിൽ പൊട്ടറ്റോ ആയാലും ഇത് റീസൈക്കിൾഡ് അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് റീഹീറ്റ് ചെയ്ത എണ്ണയിൽ ഉണ്ടാക്കിയതാണ് എന്ന്. ഇനി ഇത് കൂടാതെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ദഹന വ്യവസ്ഥയിൽ നിന്ന് നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന കരളിന് തന്നെ ഈ TPC കോമ്പൗണ്ട്സ്, അതായത് ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് ഡാമേജ് ഉണ്ടാക്കും. ഇതുകൂടാതെ ഹൈപ്പർ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ കൂടുതൽ, ഹൃദ്രോഗം, വിവിധ അവയവങ്ങൾക്ക് ക്യാൻസർ, അതുപോലെ തന്നെ നമ്മുടെ അൽഷിമർ തുടങ്ങിയ മറവി രോഗങ്ങൾ, ഇത്രയും അസുഖങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ളവയാണ് നമ്മൾ ഈ റീഹീറ്റഡായി കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഞാൻ പറഞ്ഞ രീതിയിലുള്ള ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി കാണും, ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ള ഈ സാധനം റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല. നമുക്കറിയാം, ഞാൻ ഇതിനു മുമ്പത്തെ ടോക്കിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അമേരിക്കയിലെ കാര്യങ്ങൾ, ഈ ഭക്ഷണവും കാര്യങ്ങളൊക്കെ മരുന്നുമൊക്കെ നിയന്ത്രിക്കുന്നത് USFDA എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അതിന് തുല്യമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ FSSAI എന്ന് വിളിക്കുന്ന ഓർഗനൈസേഷൻ. അത് ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി പഠിക്കുകയും ഇതിൻ്റെ ഈ റീഹീറ്റഡ് എണ്ണ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ടെന്നും അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും 2019 അവർ ഇതിനെതിരെ ഒരു റെഗുലേഷൻ ഇറക്കുകയും ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിയമം വഴി പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല എങ്കിലും ഈ ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് എത്ര വരെ കാണാവൂ, അത് എന്തെങ്കിലും കാരണവശാൽ സംശയമുണ്ടെങ്കിൽ ഹെൽത്ത് ഏജൻസികൾക്ക് ഇത് ചെക്ക് ചെയ്യാനും ഇതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കാനും അവർ പ്രൊവിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല നിയമങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഇതും പാലിക്കപ്പെടുന്നില്ല. ഈ ടോക്കിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും എവിടെയെങ്കിലും സംശയമുണ്ടായാൽ ഈ എണ്ണ നമ്മൾ കാണുന്ന ഈ റീയൂസ് ചെയ്യുന്ന എണ്ണ നമ്മൾ ഹെൽത്ത് അതോറിറ്റിയെ അറിയിക്കാനും അവർക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ അതിന് മോട്ടിവേറ്റ് ചെയ്യുകയും കൂടിയാണ് എൻ്റെ ഇന്നത്തെ ഈ ടോക്കിൻ്റെ ഉദ്ദേശം. നമ്മുടെ എണ്ണ, അതായത് നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങുന്ന പുതിയൊരു ഭക്ഷ്യ എണ്ണ, അതിൻ്റെ അകത്ത് ഏറ്റവും മാക്സിമം ടോട്ടൽ പോളാർ കോമ്പൗണ്ട് ഉണ്ടാകാനേ പാടില്ല എന്നാണ് FSSAI നിഷ്കർഷിക്കുന്നതെങ്കിലും നിയമം വഴി 15% വരെയുള്ളത് ഉപയോഗിക്കാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് കഴിയുന്നതും ഈ ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത്. ഇനി നമ്മൾ റീഹീറ്റ് ചെയ്യുന്ന നമുക്കറിയാം, പൂർണ്ണമായിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് റീഹീറ്റ് ചെയ്യുന്ന എണ്ണയിൽ ഇത് ഒരു കാരണവശാലും 25% കൂടുതലാവരുത് എന്നും FSSAI നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് പൂർണ്ണമായും റീഹീറ്റിംഗ് നിരോധിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഇത് ഒരു പരിധി വരെ ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ എത്ര പരിധി വരെ നമുക്ക് ഈ എണ്ണ റീയൂസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിയുന്നതും റീയൂസ് ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക, എണ്ണ ഒത്തിരി ബാക്കി വരാതെ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക, അങ്ങനെ വീണ്ടും റീയൂസ് ചെയ്യാതെ ഇത് കളയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. ഇനി നമ്മുടെ FSSAI ഈ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലുകൾക്ക് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾക്ക് 3 പ്രാവശ്യം വരെ എണ്ണ റീയൂസ് ചെയ്യാമെന്ന് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഈ റീയൂസ് ചെയ്യുന്ന എണ്ണ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമ്മൾ എണ്ണ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം എണ്ണ നല്ലതുപോലെ തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം ഈ എണ്ണ ഫിൽറ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർത്ത ചെറിയ ഇഴകളുള്ള അടുപ്പമുള്ള തുണിയിൽ ഫിൽറ്റർ ചെയ്യുക. അതായത് കഴിയുന്നത്ര ഏറ്റവും നല്ല രീതിയിലുള്ള ഈവൻ കോഫി ഫിൽറ്റർ വരെ യൂസ് ചെയ്യണം എന്നുള്ളത് വരെയൊക്കെയാണ് ഇവർ നിഷ്കർഷിക്കുന്നത്. അങ്ങനെ നല്ലതുപോലെ ഫിൽറ്റർ ചെയ്യുക. അതിനുശേഷം ഇത് ഒരു കണ്ടെയ്നറിൽ എയർ ടൈറ്റായിട്ട് അടച്ച് വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഡാർക്കായിട്ടുള്ള ഏരിയയിൽ കീപ്പ് ചെയ്യുക ഈ റീയൂസ് ചെയ്യേണ്ട എണ്ണ. എന്തെങ്കിലും കാരണവശാൽ ഇത് വളരെ ഡാർക്കായി പോയി ഒത്തിരി ഡാർക്ക് കളറിലേക്ക് വരികയോ ചെയ്താൽ പിന്നെ എണ്ണ റീയൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ് എണ്ണ റീയൂസ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ ഹോട്ടലിലായാലും നമ്മുടെ വീട്ടിലായാലും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മുടെ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ ഭാഗം, ഏത് എണ്ണയാണ് ഏറ്റവും നല്ലത്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ എണ്ണയിലുള്ള വിവിധ കണ്ടൻറ്റുകൾ അനുസരിച്ചാണ് നമ്മൾ എണ്ണയുടെ ഏത് നല്ലത് ഏത് ചീത്ത എന്ന് നിശ്ചയിക്കുന്നത്. അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള
എണ്ണകൾ, അതായത് വെളിച്ചെണ്ണ, നമ്മുടെ പാം ഓയിൽ, അവക്കാഡോ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഈ എണ്ണകളാണ് ഏറ്റവും നമ്മൾ ഡീപ്പ് ഫ്രൈയിങ്, അതായത് വളരെ ചൂടുള്ള രീതിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ, ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കാൻ നല്ലത്. അതല്ല, നമ്മൾ ഷാലോ ഫ്രൈയിങ്ങിലാണെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, സാഫ്ലവർ ഓയിൽ തുടങ്ങിയ നമ്മളിപ്പോൾ കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് എണ്ണകളും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഡീപ്പ് ഫ്രൈയിങ്ങിലാണെങ്കിൽ വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ ഒലിവെണ്ണ, അവക്കാഡോ ഓയിൽ ഉപയോഗിക്കുക. അല്ലാത്ത ഷാലോ കുക്കിങ്ങിന് മറ്റ് കിട്ടുന്ന കോൺഫ്ലവർ ഓയിൽ, അങ്ങനെ എല്ലാ മറ്റ് ഓയിലുകളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള എണ്ണ ഉപയോഗിക്കാൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തെറ്റല്ലേ? ശരിയാണ്. നമ്മുടെ ഹൃദ്രോഗം മാത്രമുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള എണ്ണയാണ് നല്ലത്. പക്ഷേ നമ്മൾ ഈ കൂടുതൽ എണ്ണ ചൂടാക്കി ചെയ്യുന്ന കുക്കിംഗ് ആണെങ്കിൽ, ഷാലോ വെറുതെ ഒരു ചെറിയ ചൂടിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ എണ്ണ നല്ലതാണ്. പക്ഷേ ഈ ഡീപ്പ് ഫ്രൈയിങ് പോലെയുള്ള അല്ലെങ്കിൽ നല്ലതുപോലെ എണ്ണയിലിട്ട് കുക്ക് ചെയ്യുന്ന കുക്കിംഗ് രീതിയാണെങ്കിൽ ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റുള്ള കുക്കിംഗ് ഓയിലിൽ നിന്നും കൂടുതൽ ട്രാൻസ് ഫാറ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് കൂടുതൽ ഈ എണ്ണ ഹെൽത്തി ആണെന്ന് പറഞ്ഞാലും നമുക്ക് അൾട്ടിമേറ്റ്ലി കൂടുതൽ ദൂഷ്യങ്ങളുണ്ടാകും. പക്ഷേ ഡീപ്പ് ഫ്രൈയിങ് ആണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ വെളിച്ചെണ്ണ, അവക്കാഡോ ഓയിൽ, പാം ഓയിൽ തുടങ്ങിയവ, ഒലിവ് ഓയിൽ എന്നിവ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി മറ്റൊന്ന്, നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഈ എണ്ണ ഒത്തിരി അതിൻ്റെ സ്മോക്ക് പോയിൻറ്റിലെത്താതിരിക്കാൻ ശ്രമിക്കുക. സ്മോക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് പയ്യെ അതിൻ്റെ അകത്തുനിന്ന് പുക ഉയരാൻ വരുത്തുന്ന ആ സ്റ്റേജിനാണ് നമ്മൾ സ്മോക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്മോക്ക് പോയിൻ്റ് എത്താതെ നമ്മൾ കുക്ക് ചെയ്യുക. അങ്ങനെ ഈ സ്മോക്ക് പോയിൻ്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ധാരാളം പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകും. അത് നമ്മൾ കുക്ക് ചെയ്യുന്ന ആൾ ശ്വസിക്കുന്നതും ഭക്ഷണത്തിൽ കൂടെ മറ്റുള്ളവർക്ക് കൊടുത്താലും നമുക്ക് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എണ്ണ കത്തിക്കും. ചിലപ്പോൾ പലരും എണ്ണ ചൂടാക്കിയിട്ട് എണ്ണ കത്തിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതും നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം അത് ഈ പറഞ്ഞ സ്മോക്ക് പോയിൻ്റ് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകുന്നുണ്ട്. അത് ശ്വസിക്കുന്നവർക്കും കുക്ക് ചെയ്യുന്ന ആൾക്കും അത് കഴിക്കുന്ന ആൾക്കും ക്യാൻസർ സാധ്യത കൂടുന്നുണ്ട്. അപ്പം എണ്ണ ഉപയോഗിച്ചുള്ള സേഫ് കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലോ കുക്കിംഗ് ആണ്. അതായത് അധികം ചൂടാക്കാതെ, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കുക്കിങ്ങിന് ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അധികം ഉപ്പ് ചേർത്ത സാധനം ഈ എണ്ണയിലിട്ട് പൊരിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, ഈ ഫ്രീ റാഡിക്കൽസൊക്കെ. അപ്പം എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കഴിയുന്നതും ഉപ്പ് കുറച്ചിട്ടിട്ട് അതിന് ശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ എന്താ പറയുക, ഒരു ഹെൽത്തി കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ടോപ്പിക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റീഹീറ്റിംഗ് എണ്ണ, ഏത് പാചക എണ്ണയായാലും നമ്മൾ അവോയ്ഡ് ചെയ്യുക. നിവൃത്തിയില്ലാത്ത സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലതുപോലെ ഫിൽട്ടർ ചെയ്ത് തണുത്തതിന് ശേഷം അടച്ച് വെളിച്ചമില്ലാത്ത ഏരിയയിൽ സൂക്ഷിക്കുക. ഇനി കഴിയുന്നതും ഡീപ്പ് ഫ്രൈയിങ് ഒഴിവാക്കും. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ച് ഈ ടോക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിയുന്നത്ര നമ്മുടെ റോഡ് സൈഡ് ജങ്ക് ഫുഡ് ഒഴിവാക്കുക. അതായത് ഈ എണ്ണ റീഹീറ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ മുമ്പിൽ തന്നെയാണ്, അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ പ്രോപ്പറായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റീഹീറ്റഡ് ചെയ്യാതെ ബയോഡീസൽ ഉൽപ്പാദിപ്പിക്കാനായി ഈ റീഹീറ്റ് ചെയ്ത എണ്ണ ഡൈവേർട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും നമ്മളുടെ പൈസ നഷ്ടം ഒഴിവാക്കാനും നമുക്ക് സാധിക്കും.